ഉണ്ണിപ്പൂച്ചയുടെ മരണം എല്ലാവരും നല്ല വിഷമത്തിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ മാനസികാവസ്ഥ, വേദന, വിഷമം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സാധാരണ ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് പറ്റുന്ന അപകടങ്ങളോ മരണമോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ തന്നെ അത് കണ്ട് ആകെ വിഷമിച്ചും വേദനിച്ചിട്ടാണ് എൻ്റെ ജീവിതം. അപ്പം നിങ്ങളെയും കൂടി വിഷമിപ്പിക്കേണ്ട, സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറ് കേട്ടോ. സംഭവം നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഇവിടെ മൃഷ്ടാന ഭോജനമൊക്കെയാണെന്ന് വെച്ചാലും അവരിവിടെ ഒട്ടും സേഫ് അല്ല കേട്ടോ. വീടിൻ്റെ മുന്നിൽ ട്രാൻസ്ഫോമർ, റോഡ് സൈഡ് വീട്, വണ്ടികൾ, അതുപോലെ നായ്ക്കളൊക്കെ ചിലപ്പോൾ കൂട്ടായിട്ടൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ ഇവരെ ഒന്ന് പിടിച്ച് കുടഞ്ഞാൽ കഴിഞ്ഞു, ഇവർക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ കാടൻ പൂച്ചകളൊക്കെ വന്നിട്ട് ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ പിടിച്ച് ഉപദ്രവിക്കുമ്പോൾ അവരുടെ ജീവനും അതോടുകൂടി പോകും. അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചിട്ടും ഞാൻ തന്നെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കേട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങനെ എത്തിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഉണ്ണിപ്പൂച്ചയുടെ കാര്യം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഉണ്ണിപ്പൂച്ച അറിയാലോ. അവൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അവളെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ണിപ്പൂച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവൾ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. പക്ഷേ പോകേണ്ട സമയമായാൽ പോകണ്ടേ.